ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. നീയൊക്കെ ഉണ്ണാൻ പോകുന്ന സദ്യ എന്റെ ഭർത്താവിന് അയാളുടെ മറ്റവക്ക് കെട്ടിച്ചു കൊടുക്കുന്നതിന്റെ കല്യാണ സദ്യയല്ല, അവളുടെ 16 അടിയന്തരത്തിന്റെ സദ്യയായിരിക്കും. ഈ ധൈര്യം മുൻപേ കാണിച്ചിരുന്നെങ്കിലേ നന്ദേട്ടന് ഇത്രയും പീഡനങ്ങൾ അനുഭവിക്കേണ്ടി വരില്ലായിരുന്നു. നന്ദേട്ടന് ചേരുന്നത് സന്ധ്യേച്ചി തന്നെ. നിങ്ങളുടെ കല്യാണം മുടക്കാൻ എന്തായാലും എന്റെ ചേച്ചി ശ്രമിക്കൂന്നുള്ള കാര്യം ഉറപ്പാ. അവരെ എനിക്ക് മറ്റാരെക്കാളും നന്നായിട്ട് അറിയാം. ഇപ്പൊ അവര് തോറ്റു നിൽക്കുക, അതും നന്ദേട്ടന്റെ മുന്നില്. നന്ദേട്ടൻ അവരോട് പറഞ്ഞതിനൊക്കെയുള്ള മറുപടി അപ്പൊ തന്നെ അവര് മനസ്സിൽ തീരുമാനിച്ചും കാണും. അതുകൊണ്ട് നിങ്ങൾ രണ്ടുപേരും സൂക്ഷിക്കണം. നീ പറഞ്ഞത് 100% ശരിയാ. നിന്റെ ചേച്ചി ഒരു വല്ലാത്ത സാധനം തന്നെ. അറുത്ത കൈക്ക് ഉപ്പ് തേക്കാത്ത ക്രൂരതയാ അവരുടെ മനസ്സിലുള്ളത്. എനിക്കത് നല്ലതുപോലെ അറിയാം. നിന്നോടായിരിക്കും അവർക്ക് ഏറ്റവും കൂടുതൽ ശത്രുത ഉള്ളത്. സ്വന്തം ചോര തന്നെ അവരെ വിട്ടിട്ട് ഞങ്ങളിവിടെ നിന്നില്ലേ. ജീവിതത്തിൽ കുറച്ചൊക്കെ നേര് വേണം ചേച്ചി. സത്യം പറഞ്ഞാൽ നമുക്ക് സമാധാനം ഉണ്ടാവും. എന്റെ ചേച്ചി സത്യം പറയുകയില്ല, കള്ളം മാത്രമേ പറയൂ, തെറ്റ് മാത്രമേ ചെയ്യൂ. ഞാൻ അവരുടെ അനിയത്തിയായി വന്ന് ജനിച്ചത് എങ്ങനെയാണെന്ന് എനിക്ക് തന്നെ അറിയില്ല. അത് പണ്ട്. ഇപ്പൊ നീ ഞങ്ങളുടെ അനിയത്തിയ അല്ലെ? അതിരെ അത് പിന്നെ പറയാനുണ്ടോ? ഇപ്പൊ അച്ഛന്റെ ചക്കര മോളും ഏട്ടന്മാരുടെ പുന്നാര പെങ്ങളും അല്ലേ. എന്റെ ലൈഫിൽ കിട്ടാവുന്നതിൽ ഏറ്റവും വലിയ സന്തോഷം ഞാൻ ഈ വീട്ടിൽ അനുഭവിക്കുന്നത്. ഇനി നിങ്ങളുടെ കല്യാണം, അതാണ് എന്റെ ഏറ്റവും വലിയ ആഗ്രഹം. അത് നമ്മൾ എന്തായാലും പൊളിക്കും. ഇവരുടെ ആതിരാത്രിക്ക് വേണ്ടി നമ്മൾ ഇവിടെ ഒരു മണിയറ ഒരുക്കും. എന്താ ഉദ്ദേശി? അത് വേണ്ടേ? ഒന്ന് പോവാ പിള്ളേരെ, തമാശ അറിയാതെ. ആ അതെ, കാര്യം പറഞ്ഞ് നിൽക്കാതെ എല്ലാം വേഗം റെഡിയാക്കാൻ നോക്ക്. അപ്പൊ കോടതിയിലെ കാര്യമായിട്ട് എന്തോ സംഭവിച്ചിട്ടുണ്ട്. അതോ ഇനി നാളത്തെ കാര്യം എന്തെങ്കിലും അറിഞ്ഞോ? ഹലോ, ഇതാരാണ്? എന്തുണ്ട് വിശേഷം? സുഖാണോ? നിന്റെ പരിഹാസം അധികം വേണ്ട. നാളെയാണുടി എന്റെ ഭർത്താവിന്റെ ആ മറ്റവളുടെയും കല്യാണം. ഓ, അതറിഞ്ഞിട്ടാണോ ഇപ്പൊ ഈ വിളിക്കുന്നേ? ഞാൻ കരുതി ഇത് കോടതിയിലെ കൂടിക്കാഴ്ചയുടെ ആഫ്റ്റർ എഫക്റ്റ് ആയിരിക്കും. മര്യാദയ്ക്ക് ഞാൻ ചോദിച്ചതിന് മറുപടി പറയടി. നാളെയാണ് അവരുടെ കല്യാണം. ആണെങ്കിലും അല്ലെങ്കിലും നിങ്ങൾക്കെന്താ? വിളിക്കാത്ത കല്യാണത്തിന്റെ സർവാണി സദ്യക്ക് വരാനാണോ? വരനും വധുവും ബന്ധുക്കളും എല്ലാം കഴിച്ചു കഴിഞ്ഞ് ഏറ്റവും ഒടുവിലാണ് സർവാണി സദ്യ. അപ്പോഴേക്കും എത്തിയാ മതി കേട്ടോ. നീയും ആ തന്തയും പിന്നെ പഴയ കാമുകിയെ കെട്ടാൻ മുട്ടി നിൽക്കുന്ന എന്റെ ഭർത്താവും ഉണ്ടല്ലോ, എല്ലാവരും കൂടി ചേർന്ന് എന്നെ ഒരു സംഹാര രുദ്രയാക്കരുത്. ആ കല്യാണം നടക്കില്ല, നടത്തിക്കില്ല ഞാൻ. അതിന് നിങ്ങളുടെ സമ്മതമൊന്നും ആവശ്യമില്ല. ക്ഷേത്രത്തിലെ തിരുമേനി മാല എടുത്തു കൊടുക്കും. അത് പരസ്പരം മാലയിട്ട് വിവാഹം കഴിക്കും. അത്രേ ഉള്ളു ചടങ്ങ്. കുറച്ച് നേരത്തെ വന്നാ നിങ്ങൾക്കും വേണമെങ്കിൽ ആ ചടങ്ങ് കാണാട്ടോ. അത് കാണാൻ തന്നെയാ ഞാനും വരുന്നത്. നിന്നെ കൊണ്ട് പറ്റുമെങ്കിൽ എല്ലാവർക്കും നല്ല ബുദ്ധി ഉപദേശിക്കാൻ നിനക്ക് ഞാനൊരു അവസരം തരാം. ഞാൻ നെല്ലിശ്ശേരിയിലെ മൂത്ത മരുമകളായിരുന്നപ്പോഴും നീയായിരുന്നു നെല്ലിശ്ശേരിയിലെല്ലാം. നീ പറയുന്നതായിരുന്നു അവസാന വാക്ക്. ഇപ്പോഴും നീ പറഞ്ഞ അവിടെ എല്ലാവരും കേൾക്കും. അതുകൊണ്ട് പറയാ, അവളെ, ആ സന്ധ്യയെ ഇതിൽ നിന്നും പറഞ്ഞു മനസ്സിലാക്കി നീ പിന്മാറ്റണം. അല്ലെങ്കിൽ സംഭവിക്കാൻ പോകുന്നത് നിങ്ങളൊക്കെ കാത്തിരുന്ന് കാണേണ്ടി വരും. നീയൊക്കെ ഉണ്ണാൻ പോകുന്ന സദ്യ എന്റെ ഭർത്താവിന് അയാളുടെ മറ്റവക്ക് കെട്ടിച്ചു കൊടുക്കുന്നതിന്റെ കല്യാണ സദ്യയല്ല, അവളുടെ 16 അടിയന്തരത്തിന്റെ സദ്യയായിരിക്കും. അതുണ്ണാൻ ഞാനും വരും. കൊള്ളാം, ഭാര്യമാരായാലേ ഇങ്ങനെ തന്നെ വേണം. എന്തായാലും നിങ്ങളൊന്ന് പരിശ്രമിച്ചു നോക്ക്.
ദൈവമാണോ അതോ നിങ്ങളാണോ വലുതെന്ന് ഒന്ന് കാണാലോ. എന്റെ കാര്യത്തിൽ ഞാൻ തന്നെയാ വലുത്. ദൈവത്തിന് ഇവിടെ ഒരു റോളും ഇല്ല. എല്ലാത്തിനെയും കാണിച്ചു തരാൻ ഞാൻ. നന്നായി തൊഴുതു പ്രാർത്ഥിച്ചോളൂ. താലി ചാർത്തിക്കൊള്ളൂ.